ഫലപ്രദമായിട്ട് നിയമത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും. ഇതിന് ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ്. താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുമുണ്ട്. രണ്ടാമത്തെ കേസിന് വീണ്ടും ഇവിടെ തന്നെയുള്ള അപ്പോഴും മൂന്നാമത്തെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട്, അതും വരും. ആദ്യത്തെ ഈ കാര്യം പുറത്തു വന്ന നേരെ ഇന്നലെ വീട് കയറി കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള പുതിയ കേസാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ. ഇപ്പോൾ നിരവധിയാണ് കേസ്. ആ കേസുകളിൽ ഒരു താൽക്കാലികമായ ാണ് ഇതെല്ലാം പാടില്ല, അതുവരെ 15-ാം തീയതി കേസ് എടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഇത് വലിയ ഗുരുതരമായ കേസാണ്. ആ കേസ് ഫലപ്രദമായിട്ട് നിയമപരമായി കൈകാര്യം ചെയ്യും. ഞങ്ങളിത് ഈ പറയുന്നതെല്ലാം തന്നെയല്ലേ പ്രചരണം. ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമല്ല. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ ഒരു 9.5 വർഷക്കാലമൊക്കെ ഭരണം നടത്തി സ്വാഭാവികമായിട്ട് ഇലക്ഷൻ നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെൻറ് വിരുദ്ധ അധികാരങ്ങളും ഉണ്ടോ? ആരാ പ്രതിക്കൂട്ടിലായത്? ഭരണകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത്. പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ അത്യപൂർവം തിരഞ്ഞെടുപ്പാണിത്. അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്ന വിജയം.